ആ ഒരു പെരുന്നാളിനെയും ഹജ്ജിനെയും ഒക്കെ ഓർമ്മിപ്പിച്ച് നമ്മുടെ ആ ഒരു ഇസ്ലാമിക ചരിത്രം തന്നെ മനസ്സിൽ ഊട്ടിയുറപ്പിക്കുന്ന ആ മുഖ്യ പങ്ക് വഹിച്ചതും മാപ്പിളപ്പാട്ടിന്റെ ആ സുൽത്താൻമാരുടെ ആ ഒരു ഈണമാർന്ന വരികളിലൂടെയൊക്കെ തന്നെയാണ്. അപ്പൊ അങ്ങനെ ഹജ്ജ് കർമ്മങ്ങൾ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആ ഒരു പെട്ടെന്ന് തന്നെ എൻ്റെ ചിന്തയിൽ ഓടിയെത്തുന്ന ഒരേ ഒരു മുഖം ആ ഒരു വല്യപ്പയുടേതാണ്. കാരണം നമ്മൾ കളിച്ച് വളർന്ന് ആ ഒരു കളിച്ച് നടക്കുന്ന ഒരു പ്രായത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആ ഒരു മോട്ടിവേഷനൊക്കെ തന്നിരുന്ന ആ ഒരു വല്യപ്പയുടെ ആ ഒരു വാക്കുകൾ എക്കാലത്തും എൻ്റെ ജീവിതത്തിൽ ഞാൻ പകർത്താറുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്തകൾ കേട്ട് ജനങ്ങൾ ഒന്നടങ്കം കിടുങ്ങി. മൗറിത്താനിയയിൽ നിന്ന് പുറപ്പെട്ട ഹജ്ജ് വിമാനം ചെങ്കടലിൽ തകർന്നു വീണെന്നും നിരവധി പേരെ കാണാതായി എന്നുമായിരുന്നു വാർത്ത. എല്ലാം കേട്ടപാടെ പരിഭ്രാന്തരായി ബന്ധുക്കളും ഉറ്റവരുമെല്ലാം നെട്ടോട്ടമോടുകയായിരുന്നു. ഒടുവിൽ നടന്ന അന്വേഷണത്തിൽ ആളുകൾ തലയിൽ കൈവച്ചു പ്രചരിച്ചത് വ്യാജ വാർത്തയായിരുന്നുവെന്നും അങ്ങനെ ഒരു അനിഷ്ട സംഭവം ഉണ്ടായിട്ടില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. ഇതോടെ ആശ്വാസം പരക്കുകയായിരുന്നു. അവർ പുണ്യഭൂമിയിൽ ഇറങ്ങിയെന്നും മൗറിത്താനിയ ഭരണകൂടം അറിയിച്ചതോടുകൂടി ആ വ്യാജ വാർത്ത കേട്ട ആളുകളുടെ മനസ്സിൽ, ഇനി കേൾക്കുന്ന ആളുകളുടെ മനസ്സിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല, അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അത് മറ്റു വാർത്തകളിലൂടെയൊക്കെ കേൾക്കേണ്ടതായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ആ ഒരു സംഭവം നടന്നത്. ഇപ്പോ മറ്റൊരു സംഭവം പറയുന്നത്, നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ചില ആളുകൾ ചോദിക്കും നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന്. പക്ഷേ ഇസ്ലാമിക ചരിത്രത്തിന്റെ ആ ഒരു ഖുറാനും ഹദീസും ഒക്കെ പഠിപ്പിക്കുന്നത്, ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവൻ നാളെ അള്ളാഹുവിൻ്റെ ആ ഒരു കോടതിയിൽ, അള്ളാഹുവിൻ്റെ സന്നിധിയിൽ എന്ന് പറഞ്ഞതുപോലെയാണ് എത്തുന്നത്. അപ്പൊ പല ആളുകളും പല രൂപത്തിലും പറയുന്നുണ്ടെങ്കിലും അതെല്ലാം അറിയുന്നവൻ പടച്ചവനാണ് എന്ന ഒരു വിശ്വാസമാണ് മുസ്ലിം സമുദായത്തിലുള്ളത്. അപ്പോ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആഹിറം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് തെറ്റ് ചെയ്തവനക്ക് നരകവും, നല്ല ആ ഒരു മനുഷ്യനായിട്ട് ജീവിച്ച പടച്ചവന് വേണ്ടി സുജൂദ് ചെയ്ത് ആ ഒരു പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്ത വ്യക്തികൾക്ക് സ്വർഗവും ആ ഒരു സ്വർഗ ജീവിതവുമാണ് പടച്ചവൻ നൽകുന്നത് എന്നുള്ള ഒരു ഇതാണ്. അപ്പോ ഇന്ന് ശാസ്ത്രം കണ്ടുപിടിക്കുന്ന ഓരോ കാര്യങ്ങളുണ്ട്. ആ ഒരു ശാസ്ത്രം കണ്ടുപിടിക്കുമ്പോൾ എന്തായാലും ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാ അത്യാധുനിക സംവിധാനങ്ങളും ഉള്ളതുകൊണ്ട് എങ്ങനെയാണ് ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മനുഷ്യൻ എങ്ങോട്ടാണ് എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരങ്ങൾ കണ്ട് എത്താൻ വേണ്ടി ശാസ്ത്രം അതിൻ്റെ പിറകിലോടുന്നു. അപ്പോൾ ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം ആത്മാവ് നിലനിൽക്കുമോ എന്ന ചോദ്യം നൂറ്റാണ്ടുകളായി മനുഷ്യരാശിയുടെ ഉള്ളിൽ കൗതുകമായി നിലനിൽക്കുന്ന ഒരു ചോദ്യമാണ്. പുരാതന ഗ്രന്ഥങ്ങളിൽ മുതൽ സമകാലീന ചർച്ചകളിൽ വരെ ഇടം പിടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണിത്. മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ടോ? മരണശേഷം എന്താണ് നിങ്ങളെ കാത്തിരിക്കുന്നത് തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ടോ? കെൻഡക്കിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഓങ്കോളജിസ്റ്റും നിയർ ഡെത്ത് എക്സ്പീരിയൻസ് സെന്റർ സ്ഥാപകനുമായ ഡോക്ടർ ജെഫ്രി ലോഗ് പറഞ്ഞ ചില കാര്യങ്ങൾ ടൈംസ് ഓഫ് ഇന്ത്യയിൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിൽ വിശദീകരിച്ചിരിക്കുന്നു. വൈദ്യശാസ്ത്രം പറയുന്നതിനനുസരിച്ച് ജീവൻ എന്നത് തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾ, ഹൃദയമിടിപ്പ്, ശ്വസനം എന്നിവയൊക്കെ അടങ്ങിയവയാണ്. ഇവ മൂന്നും നിലനിൽക്കുമ്പോൾ ഒരു വ്യക്തി മരിച്ചു എന്നാണ് അർത്ഥം. എന്നാൽ പല ഗവേഷകരും മരണത്തോടടുത്തുള്ള അനുഭവങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ആളുകൾ ക്ലിനിക്കലായി മരിച്ച് മിനിറ്റുകൾക്ക് ശേഷം ജീവിതത്തിലേക്ക് തിരികെ വരുന്ന കേസുകളുണ്ട്. ചില ശാസ്ത്രജ്ഞർ ഇതിനെ തലച്ചോറിലെ രാസപ്രവർത്തനവുമായി ബന്ധപ്പെടുത്തുന്നു.
മറ്റുള്ളവരാകട്ടെ ഭൗതിക ശരീരത്തിനപ്പുറം ബോധം നിലനിൽക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം മറ്റൊരു ഇത് പറയുന്നത് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് അഥവാ NDE എന്ന് വിളിക്കപ്പെടുന്ന അനുഭവം എന്താണ്? ഒരാൾ ഒരു ചെറിയ സമയത്തേക്ക് പരമാവധി മിനിറ്റുകൾക്കുള്ളിൽ മരിച്ചിട്ട് വീണ്ടും ജീവിതത്തിലേക്ക് വരുമ്പോൾ സംഭവിക്കുന്ന അവസ്ഥയെയാണ് അങ്ങനെ പറയുന്നത്. നിയർ ഡെത്ത് എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുന്ന ആളുകൾ പ്രകാശമുള്ള തുരങ്കങ്ങളോ വെളിച്ചമോ കാണുന്നതായി പറയാറുണ്ട്. സമാധാനം തോന്നാറുണ്ട്. മരിച്ചുപോയ ബന്ധുക്കളോട് സംസാരിക്കുന്നതായി തോന്നുന്നു. അങ്ങനെ പലരും ഇത് ലോകമെമ്പാടും ഇത്തരം അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരുടെ തോന്നലാണ്. ഇക്കാര്യത്തെക്കുറിച്ച് ജെഫ്രി ലോഗ് പറയുന്നത് ഇങ്ങനെയാണ്: മാരക രോഗികളെ ചികിത്സിക്കാനായി വർഷങ്ങളോളം താൻ മാറ്റിവെച്ചിട്ടുണ്ട്. മരണത്തോടടുത്തുള്ള അനുഭവങ്ങൾ അനുഭവിച്ച രോഗികളിൽ നിന്ന് നൂറുകണക്കിന് കഥകൾ താൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് റിസർച്ച് സെന്ററിന്റെ സ്ഥാപകനാകാൻ തീരുമാനിക്കുന്നത്. ബിസിനസ് ഇൻസൈഡർ എന്ന വാർത്താ വെബ്സൈറ്റിനോട് പറഞ്ഞതനുസരിച്ച് ആയിരക്കണക്കിന് ആളുകളോട് സംസാരിച്ചതിന് ശേഷം ഈ അനുഭവങ്ങൾ അവഗണിക്കാൻ കഴിയാത്ത അത്രയും വൈകാരികമായി ശക്തമാണെന്ന് തനിക്ക് മനസ്സിലായതായി അദ്ദേഹം പറയുന്നു. നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജനിച്ച് നമ്മൾ ഒന്ന് കണ്ണുമിഴിച്ച് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു ഉമ്മയെയും അതുപോലെ ഉപ്പയെയുമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ ആ കുഞ്ഞിന് മാതാവിൻ്റെ ആ ഒരു മണം, അതിലൂടെയാണ് അവർ മാതാവിനെ തിരിച്ചറിയുന്നത് തന്നെ. പക്ഷേ കുട്ടികൾ കുറച്ച് വലുതായി വരുമ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ ആ ഒരു കളിക്കൂട്ടുകാരനായിട്ട് അവർ എപ്പോഴും കാണുന്നത് ആ ഒരു പിതാവിനെ തന്നെയാണ്. മാതാവ് അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ആ ഒരു വ്യക്തിയായും അതുപോലെ തന്നെ കളിക്കൂട്ടുകാരനായി കാണുന്ന പിതാവുമായിട്ടാണ് ചെറിയ കുഞ്ഞുങ്ങൾ ആ ഒരു കുട്ടിക്കാലത്ത് മാതാപിതാക്കളെ കാണുന്നത്. മറ്റുള്ള ആളുകളെ കാണുമ്പോഴൊക്കെ അവർ ചിരിക്കാറുണ്ട്. അതുപോലെ തന്നെ അവർ കൈ കാണിച്ചാൽ ആ കൈകളിലേക്ക് ഇഴഞ്ഞ് ഏന്തി ചെന്ന് എത്താറുണ്ട്. പക്ഷേ അവരുടെ ഉള്ളിൽ അപ്പോഴും അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആ ഒരു പിതാവിനെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഓർമ്മ വരിക. കാരണം അവർ തിരയും, മറ്റുള്ള ആളുകളുടെ കൈകളിലുണ്ടെങ്കിലും അവരുടെ ആ ഒരു കളിക്കൂട്ടുകാരനായിട്ടുള്ള പിതാവിനെയാണ് ഏറ്റവും കൂടുതൽ തിരയുക. പക്ഷെ മാതാവിനോടുള്ള ആ ഒരു കരുതൽ അത് വേറെ രൂപത്തിലാണ്. അപ്പൊ നമ്മൾ ചെറുപ്പം മുതൽ വളർന്നു വന്ന് കുറച്ച് ബുദ്ധിയൊക്കെ ആ ഒരു ബുദ്ധി വികസനമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് പിന്നെ ജനനവും മരണവും എന്നുള്ള സംഭവത്തിനെയൊക്കെ കുറിച്ച് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞു വരുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ പിന്നീട് മനുഷ്യൻ ചിന്തിക്കുക മരണത്തെക്കുറിച്ചാണ്. ഇപ്പൊ എനിക്ക് ഓർമ്മ വെച്ച കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചെറുപ്പകാലം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഒരു 6 മാസം പ്രായമുള്ള ആ ഒരു സമയം മുതൽ എനിക്ക് ഒട്ടുമിക്ക ചില കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ചില കാര്യങ്ങളെയൊക്കെ ഞാൻ എടുത്തെടുത്ത് പറയുമ്പോൾ തന്നെ എൻ്റെ ഉമ്മയും ഉപ്പയും ഒക്കെ അതിശയത്തോടു കൂടിയാണ് ആ കാര്യങ്ങളെ അവർ വീക്ഷിച്ചിരുന്നത്. കാരണം കുറെ കാലം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മുൻപ് നമ്മുടെ നാട്ടിൽ ഒരു ഹോമിയോ ഡോക്ടർ ഉണ്ടായിരുന്നു. ആ ഡോക്ടറുടെ പേര് പിന്നീടാണ് ഇവർ എനിക്ക് പറഞ്ഞു തന്നത്. പരീത് എന്ന് പറയുന്ന ഒരു ഹോമിയോ ഡോക്ടർ ആയിരുന്നു. അപ്പോൾ ആ ഒരു പണ്ടൊക്കെ